ഡോക്ടർ, ചില വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ബ്രെയിൻ സർജറി ചെയ്യുമ്പോൾ ആ പേഷ്യൻ്റ് സംസാരിക്കുന്നു, പാട്ട് ഉം. പാടുന്നു, ഭയങ്കര കൂളായിട്ട് അത് എടുക്കുന്നു. കാണുന്ന എനിക്കാണ് അതിനേക്കാളും ടെൻഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സർജറി ആണോ ഇത്? അല്ലെങ്കിൽ അത്രയും ലഘുവായിട്ട് ഒരു സർജറി ആണോ? അത്രയും ലഘുവായതുകൊണ്ടോ അല്ലെങ്കിൽ സിമ്പിൾ ആയതുകൊണ്ടോ അല്ല. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സർജറിക്ക് പറയുന്ന പേരാണ് എവേക്ക് ക്രേനിയോട്ടമി. എവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയുന്നത് നമുക്ക് ആ രോഗിയെ ഉണർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മൾ സർജറി ചെയ്യുന്നത്. അതിലൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ബ്രെയിൻ എന്നുള്ള ഒരു അവയവമാണ് നമ്മുടെ വേദനകൾ മൊത്തം അറിയാൻ സഹായിക്കുന്നത് അതെ നമ്മളെ. അതെ അതെ. ബ്രെയിനിൻ്റെ ഒരു മുറിവുണ്ടാക്കിയാൽ അതിന് വേദനയില്ല. അപ്പോൾ ബ്രെയിനിന് ഒരു വേദന നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കഴിവില്ല. അപ്പോൾ അനസ്തേഷ്യ എടുക്കാതെ തന്നെയാണോ? ഇത്തരത്തിലുള്ള രോഗികൾ ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് സ്പെഷ്യൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ട്യൂമർ ഉണ്ട്, ആ ട്യൂമർ നമ്മുടെ കൈകാലുകൾ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്താണ്, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ശേഷിയുള്ള സ്പീച്ച് ഏരിയയിലാണ് ഈ ട്യൂമർ. ഇങ്ങനത്തെയൊക്കെയുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഒരു ഫൈൻ മൂവ്മെൻറ്റിൻ്റെ ഏരിയയിലാണ്, ഇപ്പോൾ കൈയിൻ്റെ ഒക്കെ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ, ഒരു വയലിനിസ്റ്റ്, അയാളെ സംബന്ധിച്ചിടത്തോളം അത് പോയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതമാർഗം നിന്നു. അതെ അപ്പം നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഇവരിൽ എന്താ വെച്ചാൽ ഇവരെ കൊണ്ട് വയലിൻ വായിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ രോഗിയെ മുഴുവൻ മയക്കാതെ, ഇപ്പോൾ ഇനീഷ്യൽ ചിലപ്പോൾ സ്കിന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രം ചെറിയ മയക്കം കൊടുക്കും. അതിനുശേഷം ബ്രെയിനിൽ ഈ മുഴ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഉണർത്തി, ഇപ്പോൾ ഒരു വയലിനിസ്റ്റ് ആണെങ്കിൽ വയലിൻ കൈ കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ട് പാടുന്ന ആളാണെങ്കിൽ അയാളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. ഇല്ലെങ്കിൽ കൈയും കാലിൻ്റെയും ശക്തിയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൈ കൊണ്ടും കാല് കൊണ്ടും എന്തെങ്കിലും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും ഈ സർജറി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ ഓക്കെ. മനസ്സിലായല്ലോ? കാരണം ഇങ്ങനത്തെ മുഴകളിലൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് മാക്സിമൽ സേഫ് റിസെക്ഷനാണ്. ഒരിക്കലും നമുക്കൊരു ഒരു രോഗിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മുഴുവൻ ട്യൂമർ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാളെ തളർന്ന് കിടന്ന് അയാളെ ട്യൂമർ മുഴുവൻ എടുത്തു, ഞങ്ങൾ ചികിത്സിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അയാൾ നടക്കുന്ന രീതിയിൽ തന്നെ, അയാളുടെ ജോലി ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എവേക്ക് ക്രേനിയോട്ടമി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാലും സൈഡ് എഫക്ട്സും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലേ? എവേക്ക് ക്രേനിയോട്ടമി നമ്മൾ ചെയ്യുന്നത് ഈ സൈഡ് എഫക്റ്റുകൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും മിനിമം ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അനസ്തേഷ്യയിലാണെങ്കിൽ അറിയില്ല അതെ. നമ്മൾ ആ എടുക്കുന്ന ഭാഗത്ത് ഈ ഒരു ഫൈബർ പെട്ടുപോയിട്ടുണ്ടോ എന്ന്. ഇതൊക്കെ ഓരോരോ ഫൈബർ പെട്ടുപോയാൽ മതി, നെർവ് ഫൈബർ. അപ്പോൾ ഈ നെർവ് ഫൈബർ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അനസ്തേഷ്യയിൽ ചെയ്താൽ നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകതരം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക്, അപ്പോൾ സംസാരത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ വയലിൻ വായിക്കുന്നത് നിന്നു പോകുന്നു, കൈ കൊണ്ട് അയാൾക്ക് വയലിൻ വായിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ പോയില്ല, അതിൻ്റെ സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മാത്രം പോയിട്ട്, അല്ലെങ്കിൽ ആ സേഫ് ആയിട്ടുള്ള ഭാഗത്തൂടെ പോയിട്ട് അതിൻ്റെ അടിയിലൂടെ ഈ ട്യൂമർ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതാണ് എവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയുന്നത്. ഒരു റവല്യൂഷൻ തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ന്യൂറോ സർജറിയെ സംബന്ധിച്ചിടത്തോളം.